Hello guys, welcome back to my YouTube channel Malluvlogger. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ M2 പ്രോന്റെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാൻ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയിലാണ്. അതുപോലെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 48 മെഗാ പിക്സലിന്റെ ഒരു സാംസങ്ങിന്റെ സെൻസർ, അതുപോലെ തന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ, അതുപോലെ തന്നെ 5 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും, അതുപോലെ തന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അതിന്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം സമയങ്ങൾ തന്നെ നേരത്തെ പോകാം. അപ്പോൾ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കേൾക്കാം. നമ്മുടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നതും M2 Pro തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം MIUI 12 വന്നതുകൊണ്ട് തന്നെ ക്യാമറ ഇൻ്റർഫേസ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്യാമറയുടെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇന്നത് കിടക്കുന്നത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വീഡിയോ മോഡ്, പ്രോ മോഡ്, അതുപോലെ തന്നെ പോർട്രേറ്റ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ആണ് ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ്, അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മാക്രോ ലെൻസ്. സോ ഇതാണ് എൻ്റെ നോർമൽ ലെൻസ്. അതുപോലെ തന്നെ വീഡിയോസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇത് വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അന്യൂണായിട്ടൊരു റെഡ് കളർ കയറി വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ഒരു റെഡ് കളർ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കയറി വരുന്നുണ്ട്. സോ അത് അപ്ഡേറ്റ്സിലൂടെ ശരിയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ എൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ കേട്ടോ. ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലാണ്. ഫ്രണ്ട് ക്യാമറ സൂം ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ വൈഡ് ആംഗിൾ ക്യാമറയിലും വീഡിയോ റെക്കോർഡിംഗ് എനേബിൾഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വൈഡ് ആംഗിൾ ക്യാമറയിലുള്ള വീഡിയോ ആണ്. അപ്പം ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. വൈഡ് ആംഗിൾ 5 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിന് ലഭിക്കുന്നത്. ജാക്കി അവിടെ കിടന്നുറങ്ങാൻ കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് മാക്രോ ലെൻസ് ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോക്കോ M2 Proൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ നോർമൽ മോഡിലിട്ട് നോർമൽ സെൻസർ വെച്ചെടുത്താൽ അതിന് ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾ സെൽഫി ക്യാമറ പോർട്രേറ്റ് മോഡിലല്ലാതെ എടുത്ത് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇത് നോർമൽ ലൈറ്റ് അല്ലെങ്കിൽ ഡേ ലൈറ്റ് കണ്ടീഷനിൽ എടുത്തൊരു ഫോട്ടോയാണ്. ഇനി സെൽഫി ക്യാമറയുടെ പോർട്രേറ്റിലേക്ക് വരുമ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓവറായിട്ടൊരു റെഡ് കളർ കയറി വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാമറയിൽ. പിന്നെ ടീഷർട്ടിൻ്റെ ലൈൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാത്തപ്പം പോർട്രേറ്റ് മോഡിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. ആവശ്യമുള്ള സ്ഥലത്ത് ബ്ലറാവുകയും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ബ്ലറാവാതിരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ചില സ്ഥലത്ത് ബ്ലറായിട്ടുണ്ട്, ചില സ്ഥലത്ത് ബ്ലറായിട്ടില്ല. അങ്ങനെയുള്ള കണ്ടീഷനാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന സാഹചര്യത്തിലും പോർട്രേറ്റിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. ഇവിടെയും അൺഈവനല്ല കുറച്ച് ബ്ലർ ആവാതിരിക്കാനുള്ള കണ്ടീഷൻ ഞാൻ കണ്ടു. എങ്കിലും അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മാക്രോ ലെൻസ് വെച്ചെടുത്തൊരു ഫോട്ടോയാണ്. നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മാക്രോ ലെൻസാണ് ഷവമി ഡിവൈസസിൽ കൊടുക്കാറുള്ളത്. ബാക്കിയുള്ള ഡിവൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള മാക്രോ ഇമേജസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഈ ഒരു സെൻസർ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിലെന്തോ ഒരു അപാകത ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. എങ്കിലും എന്തോ ഒരു അപാകത ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റിയുടെ കുറവാണോ സൺലൈറ്റിൽ അതുകൊണ്ടൊന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് ലൈറ്റുള്ള കണ്ടീഷനിൽ ഇതായിരിക്കും ഈ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലോ ലൈറ്റിൽ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ സാധാരണ. അപ്പം ഒരു കുഴപ്പം ഇല്ല എന്നല്ല, ഒരു സാധാരണ ഈ ഒരു റേഞ്ചിലുള്ള ഫോണിലൊക്കെ വരുന്നത് തന്നെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ അകത്തുള്ള ലോ ലൈറ്റിലുള്ള വീഡിയോയുടെ ക്വാളിറ്റി. ഫോക്കസിൽ കുറച്ച് വിഷയമുണ്ട്, എന്നാലും അത്യാവശ്യം രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനിൽ ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ ഒരു സെൽഫി എടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെയും അന്യവണ്ണായിട്ടൊരു ചുമപ്പ് കളർ കയറി വരുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
ലോ ലൈറ്റിൽ ബാക്ക് ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോയാണ് നിങ്ങളവിടെ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ചുമപ്പ് കാര്യങ്ങളൊന്നുമില്ല. സെൽഫി ക്യാമറയിൽ മാത്രമേ ആ ഒരു റെഡിഷ് കളർ കയറി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. അപ്പം വലിയ രീതിയിൽ കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണുള്ളതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഇമേജസും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് 1080p അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ താഴത്ത് കാണുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിൽ കയറി ചെക്ക് ചെയ്യാൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളത് പോക്കോ M2 Proൻ്റെ ക്യാമറ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നടത്തിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ Redmi Note 7 Pro ആണ്. അപ്പോൾ ഇതും അതിൻ്റെ ക്യാമറ തമ്മിലുള്ള വ്യത്യാസം, ക്വാളിറ്റിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ Mallu Vlogger സൈനിങ് ഓഫ്.